പലതും വിളിച്ചു പറയുന്നുണ്ട് എന്ന്. അനി പറയുകയാണ്, നന്ദുവിനെ എന്തായാലും ഈ വലിയ കുരുക്കിൽ കുരുക്കിയത് നീ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചാണ് അനി പറയുന്നത്. അതിനുശേഷം അനാമിക തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇതിനു മുമ്പ് എൻ്റെ അച്ഛനെ കയറി തല്ലിയത് നന്ദുവിൻ്റെ ഫ്രണ്ട്സും തന്നെയാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാമെന്നും. അന്ന് നിൻ്റെ മുഖത്ത് ഈ സങ്കടമൊന്നും കണ്ടില്ലല്ലോ, ഇപ്പോൾ എന്താ നിനക്ക് നിൻ്റെ മുഖത്ത് വല്ലാത്ത സങ്കടം എന്ന്. അപ്പോൾ അനി പറയുകയാണ്, അന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർ അറിയിക്കുന്ന രീതിയിൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ തല്ല് കിട്ടിയതെന്ന്. അനാമിക തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, എങ്കിൽ ഇപ്പോൾ നന്ദു സ്റ്റേഷനിൽ കിടക്കുന്നത് നാളെ ജയിലിലേക്ക് പോകുന്നതുമല്ല, അതും അവൾ അറിയിക്കുന്ന രീതിയിലുള്ള തന്നെയാണെന്ന്. എനിക്കാണ് നല്ല ദേഷ്യം വരെയാണ് അനാമികയുടെ ഈ സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ. എന്നിട്ട് അനി തറപ്പിച്ച് പറയുകയാണ്, എന്തായാലും നാളെ തന്നെ ഞാൻ അവളെ ജാമ്യത്തിൽ ഇറക്കുമെന്ന്. നാട്ടിലെ പ്രമുഖനായ വക്കീലാണ് മാരാരി വക്കീൽ. അപ്പോൾ അദ്ദേഹമാണ് നന്ദുവിൻ്റെ കേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നന്ദു ജാമ്യത്തിൽ ഇറങ്ങുമെന്നിങ്ങനെ പറയുമ്പോൾ അനാമിക പറയുകയാണ്, ഞാനൊരു കാര്യം നിൻ്റെ അടുത്ത് പറയാം, അവൾ ഒരിക്കലും ജാമ്യത്തിൽ ഇറങ്ങാനും പോകുന്നില്ല. തെറ്റുമില്ലാതെ നടു റോട്ടിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെയാണ് അവൾ തല്ലിച്ചതച്ചത്. അതുകൊണ്ട് അവളെ ഒരിക്കലും വിട്ടയക്കാൻ പോകുന്നില്ല, അവൾ ജാമ്യത്തിൽ ഇറങ്ങാൻ പോകുന്നില്ല എന്ന്. ആ പെൺകുട്ടി തന്നെയാണ് അവൾക്കെതിരെ മൊഴി കൊടുത്തിട്ടുള്ളത്. എന്തായാലും അവളെ വിട്ടയക്കാൻ പോകുന്നില്ല. കേസ് ഉടനെയൊന്നും തീരാൻ പോകുന്നില്ല. എന്തായാലും അവൾക്ക് പോലീസ് യൂണിഫോം ഇടാന്നുള്ള മോഹം അങ്ങ് മാറ്റി വയ്ക്കാൻ പറഞ്ഞേക്കെന്ന് പറയുകയാണ്. അനാമിക അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന അനി